ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു തൊട്ട് ഞങ്ങൾ പാലക്കാട്ടിലെ വോട്ടർമാരോട് പറഞ്ഞത് ഇവിടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് വിവാദങ്ങളല്ല, വികസനമാണ് ചർച്ച ചെയ്യേണ്ടതെന്നുള്ളത്. പാലക്കാട്ടത്തെ മുരടിക്കുന്ന വികസനം സംബന്ധിച്ച് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. സർക്കാർ ഫണ്ടിൻ്റെ ദുർവിനിയോഗം, പാതി വഴിയിലെത്തി നിൽക്കുന്ന വികസനം, അതിൻ്റെ ഏറ്റവും വലിയ രണ്ട് ഉദാഹരണങ്ങളാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതിൻ്റെ തൊട്ട് പുറകിലുള്ള ഇൻഡോർ സ്റ്റേഡിയം. കഴിഞ്ഞ ഒരു 14-15 വർഷമായിട്ട് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ട് ഇൻഡോർ സ്റ്റേഡിയം സൊസൈറ്റിയുടെ പേരിലാണ് ഇതിൻ്റെ നിർമ്മാണം നടക്കുന്നത്. CPMൻ്റെ നിയന്ത്രണത്തിലുള്ള CPMൻ്റെ സഹയാത്രികനായിട്ടുള്ള ആളാണ് ഇതിൻ്റെ ചുമതല വഹിക്കുന്നത്. പാലക്കാടിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും 10 ലക്ഷം രൂപ വീതം നൽകിയിട്ടുണ്ട്. എല്ലാ നഗരസഭകളും 25 ലക്ഷം രൂപ ഇതിൻ്റെ നിർമ്മാണത്തിന് നൽകിയിട്ടുണ്ട്. സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഈ 14-15 വർഷമായിട്ടും ഇത് പാതി വഴിയിലാണ്. പാലക്കാടത്തെ കായിക പ്രേമികൾക്ക് വലിയ ആഗ്രഹമായിരുന്നു, വലിയ പ്രതീക്ഷയായിരുന്നു ഇൻഡോർ സ്റ്റേഡിയം വന്നാൽ പാലക്കാടിൻ്റെ കായിക താരങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാവുന്നു. പക്ഷേ ഇതിൻ്റെ പാതി വഴിയിലെത്തിയിട്ട് ഇതിൻ്റെ നിൽക്കുകയാണ്. എല്ലാ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നിട്ടുള്ളത്. ഇത് CPMൻ്റെ സാംസ്കാരിക സംഘടനയ്ക്ക്, അവരുടെ നിയന്ത്രണത്തിലുള്ള സാംസ്കാരിക സംഘടനയ്ക്ക് കലാപരിപാടികൾ നടത്താനുള്ള ഒരു കേന്ദ്രമായിട്ട് ഇതിനെ മാറ്റാനാണ് ഇത് ശ്രമിച്ചിട്ടുള്ളത്. ഇതിൻ്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത സ്പോർട്സ് രംഗത്തുള്ള എല്ലാ ആളുകളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതിന് ഉത്തരം പറയേണ്ടത് CPM ആണ്, CPMൻ്റെ നേതാക്കളാണ്, സംസ്ഥാന സർക്കാരാണ്. ഇതിന് സമാനമായിട്ടുള്ള രീതിയിലാണ് മെഡിക്കൽ കോളേജിനടുത്ത് 40 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ള സാംസ്കാരിക നിലയം. അതിന്ന് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. കാരണം ആ നിർമ്മാണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് നിർമ്മിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്നത് തുറന്നു കൊടുക്കാനും അത് ഉപയോഗിക്കാനും പറ്റാത്ത സ്ഥിതിയിലാണ്. 40 കോടി രൂപ ചെലവഴിച്ചാണ്. ദേശീയപാതയ്ക്ക് സമീപം ഇത്തരം പൊതു കേന്ദ്രങ്ങൾ വരുന്ന സമയത്ത്, ഓഡിറ്റോറിയങ്ങൾ വരുന്ന സമയത്ത് അതിൽ നിന്ന് നേരിട്ട് അതിലെ പൊതുജനങ്ങൾക്ക് ദേശീയപാതയിലേക്ക് ഇറങ്ങാൻ പാടില്ല, സർവീസ് റോഡിലൂടെ മാത്രമേ പാടുള്ളൂ എന്നുള്ള നിയമമുള്ള സമയത്ത് അതൊന്നും പാലിക്കാതെ നിർമ്മിച്ചതിൻ്റെ ഫലമായിട്ട് അതും ഇന്ന് നോക്കുകുത്തിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ പാലക്കാടത്തെ രണ്ട് മുന്നണികളുടെയും ഇത്തരത്തിലുള്ള വികസനം, പാതി വഴിയിൽ അല്ലെങ്കിൽ നോക്കുകുത്തിയായിട്ടുള്ള വികസനങ്ങൾ ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ടാണ് ഞാൻ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ അവിടെ തന്നെ നേരിട്ട് വന്നത്. പാലക്കാടിലെ വികസനം മുഴുവൻ ഇതാണ്. ഇത് ഇടതുപക്ഷത്തിൻ്റെ വികസനം, സാംസ്കാരിക നിലയവും ഇൻഡോർ സ്റ്റേഡിയവും, ബോയ്സ് ആൻഡ് ഗേൾസ് ഹൈസ്കൂൾ, KSRTC, ടൗൺ ഹാള്, മെഡിക്കൽ കോളേജ്, ഇതെല്ലാം ഷാഫി പറമ്പിലിൻ്റെ പാതി വഴിയിലുള്ള വികസനവും. ഈ രണ്ട് മുന്നണികളുടെയും വികസനം, ഇത്തരത്തിലുള്ള വികസനം കൊണ്ട് പാലക്കാട്ടിലെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അവർ വലിയ ദുരിതത്തിലാണ്. ഇതിനൊരു അറുതി വരുത്തുന്ന തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറും. പാലക്കാട്ടിലെ ജനങ്ങൾ വികസനത്തിന് വേണ്ടിയിട്ട് ഇത്തവണ NDAക്ക് വോട്ട് രേഖപ്പെടുത്തും.